ഈ നീരാളി കെട്ടോനെ ആരാ എന്തിനാ എന്നെ ചൂടാവുന്നത്? നീരാളി ഞാൻ തന്നെയാണ്. നല്ലൊരു മയത്തിലൊക്കെ ചോദിക്കണ്ടോ, പേടിപ്പിച്ചുവിടുക. അല്ല ഏട്ടാ, ഈ റോഡ് എങ്ങോട്ടാ പോള്? ഈ റോഡ് എങ്ങോട്ട് പോകുന്നതായിട്ട് ഞാൻ തീരെ കണ്ടില്ല. പിന്നെ രാത്രി തന്നെ ഉറങ്ങിക്കക്കും അങ്ങോട്ടോ പോകണ്ടോന്ന് എനിക്കറിയില്ല. അല്ല നിങ്ങള് എന്നെ ഊതിയതല്ലേ? ഊതിയതല്ല, ഞാൻ ചൊറിഞ്ഞതാ. അല്ല എന്താ ഇപ്പൊ മോന്റെ പ്രശ്നം എന്താ? ഈ റോഡ് പോകുന്നത് എങ്ങോട്ടാന്ന് അറിയാൻ വേണ്ടിട്ട്. എനിക്ക് മേലെടുത്ത് രാമനാര വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അവിടുന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നീരാളി എന്ന് പറഞ്ഞ ഒരാളുടെ ഇവിടെ ഉണ്ട്, ഒരു നീല ഷർട്ട് ഇട്ട്. നീല ഷർട്ട് ഇട്ട് അയാള് പറഞ്ഞ നീല ഷർട്ട് മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ എന്നാ. ഏതായാലും കൃത്യ സ്ഥലത്ത് തന്നെ എത്തിയത്. എന്നോട് എന്നാ ചോദിക്കേണ്ടത്? വീട് രാമനാര വീടല്ലേ? ഞാനല്ലേ പറഞ്ഞു തരിക ഇവിടെ കൃത്യമായിട്ട് എനിക്കറിയാം. പറഞ്ഞുതരാം. രാമനാര പുര ഇവിടെ. ഇവിടെ ഈ റോഡില്ലേ, ഇവിടെ നമ്മളിങ്ങനെ നേരെ ഇങ്ങോട്ട് പാടാം, നേരെ ഇങ്ങനെ പോവുക. ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയിട്ട് ഒരു വളവ് ഇങ്ങോട്ട്. ഇവിടുന്ന് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയിട്ട് ഒരു വളവ്, ഒരു കോൺക്രീറ്റ് റോഡ്. അത് ഇങ്ങോട്ട് പോയിട്ട് വീണ്ടും വലത്തോട്ട് തന്നെ. അതിന്റെ വലത് ഭാഗത്തുണ്ടാവും ഒരു വീട്. അതാ രാമനാര വീട്? അത് രാമനാര മോള വീട്. എനിക്ക് രാമനാര മോള വീട്ടിലല്ല പോകേണ്ടത്, രാമനാര വീട്ടിലേക്ക്. അതാണ് ചങ്ങായി ഞാൻ പറഞ്ഞു വരുന്നത്. പറ. അതായത് രാമനാര മോളെ പോരാന്ന് പറഞ്ഞില്ലേ, ഓളാണെങ്കിൽ ഓളോട് ചോദിച്ചാൽ എനിക്ക് മറുപടി കിട്ടിക്കോളന്നില്ല. 24 മണിക്കൂർ യൂട്യൂബിലാണ്. യൂട്യൂബ് അല്ലേ? എന്ത് ട്യൂബോ ആട്ടെ, പിന്നെ ഈ പാചക പരിപാടിയൊക്കെ അവതരിപ്പിക്കുക. ഏടാ എന്നാളെ ഓളെ പൊരേ പോയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ വന്നിട്ട് പുക വെച്ചിട്ട് കുളിച്ചൂടാ, അത് ഓൾക്ക് അറിഞ്ഞൂടാ. ഗ്യാസോ എന്തോ ആയിട്ട് ഓക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന്. അങ്ങനത്തെ ഓളാ യൂട്യൂബിൽ ഉണ്ടാക്കുന്നത്. രാമനാര വീടെന്ന് പറഞ്ഞു. ഓളോട് ചോദിച്ചിട്ട് കാര്യമല്ല. അതേ സമയത്ത് ഓളൊരു ഭർത്താവുണ്ട്. ഓനിന്റെ മോനെ പറഞ്ഞുതരാ, പാവെന്ന് വെച്ചാല് ഇത്രക്കൊരു പച്ചപ്പാവം വേറല്ല. അതെന്താ? ഓന് തൊള്ളേ കൈയിട്ടാ പോലും കടിക്കല. അതെന്താ? പല്ലില്ലേ? പല്ലില്ലായിട്ടല്ല, അത്രയും പച്ചപ്പാവാണ്. അയാളോട് ചോദിച്ചപ്പോരെ? അയാളോട് ചോദിച്ചിട്ട് കാര്യമല്ല. അയാള് പൊരയില് വേണ്ടേ? അയാള് പൊരയിലില്ല. നിങ്ങളല്ലേ പറഞ്ഞ അയാൾ ആടെ ഇല്ല. അയാള് പാവാന്നല്ലേ ഞാൻ പറഞ്ഞേ. അയാള് പിന്നെ വീട്ടിലില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാളെ അയാള് മുറ്റത്ത് നെല്ല് ഉണങ്ങാനിട്ടീനു. നെല്ല് ഉണങ്ങാനിട്ടീനു. അപ്പൊ അടുത്ത പൊരയിലെ കോഴി വന്ന് നെല്ല് കൊത്തി തിന്ന് അതിന് ദേഷ്യം പിടിച്ചിട്ട് ഇയാള് പോയ അയൽവാസി ചങ്ങായിനെ കയ്യും കാലായിട്ട് വെട്ടിക്കാന്ന് ഇപ്പൊ ജയിലിൽ കിടക്കുക. ചങ്ങായിക്ക് പാവായിട്ടല്ലേ കയ്യും കാലും വെട്ടിയത്. ദുഷ്ടനാണെ കൊന്നുകളയരേ. വായി കൈയിട്ട കടിക്കാത്ത മനുഷ്യൻ എങ്ങനെയാ? പാവല്ലേ? പാവായിട്ടല്ലേ കയ്യും കാലും വെട്ടി. അപ്പൊ ഓനും ആടല്ല, ഓനോട് ചോദിച്ചാലും കിട്ടിയല്ല. അപ്പൊ എന്ത് ചെയ്യാ? ഓനാടുന്ന് റിട്ടേൺ അടിക്കാം, ഇങ്ങോട്ട് തന്നെ പോരാ. ഇപ്പൊ രാമനാര വീട് എനിക്ക് അറിയാൻ പറ്റില്ല. പറഞ്ഞുതരാ. പിന്നെ ഇവിടുന്ന് ഒരു 200 മീറ്റർ കൂടി മുന്നോട്ട് പോവുക. ആടെ ഒരു അംഗനവാടി ഉണ്ട്. അതിന്റെ അടുത്ത് ഒരു പഞ്ചായത്ത് കിണറും ഉണ്ട്. ആ കിണറില രാമനാര വീട്? കിണറിന്റെ അടുത്ത് കുറെ പെണ്ണുങ്ങൾ നിൽക്കുന്നത് കാണാം. അതിന്റെ തൊട്ട് ബേക്കിൽ ഒരു നീല പെയിന്റ് അടിച്ച പുര കാണാം. പഞ്ചായത്ത് കിണറടുത്ത് പെണ്ണുങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞങ്ങള്? എന്നാ ഞാനാ ബൈക്കില്ല, എനിക്ക് ജയിലിൽ പോകാനാവില്ല. എനിക്ക് രാമനാര വീടും കാണണ്ട, ഒന്നും കാണണ്ട, ഞാൻ പോവാ. ശരിയാവില്ല, നിങ്ങൾ പറയുന്നില്ലല്ലോ. മനുഷ്യനെ ചുറ്റിക്കളിക്കുന്ന പണിയല്ലേ ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞുതരാന്ന്. പറ്റില്ല. അതല്ല, പഞ്ചായത്ത് കിണറിന്റെ അപ്പുറത്തൊരു നീല പെയിന്റ് അടിച്ച വീട് കാണാം. അതാണ് രാമനാര മൂത്ത മോളെ. പെണ്ണുങ്ങളെ കാര്യം മാത്രമേ പറയാനുള്ളൂ? അല്ലടോ, അയാളെ മോളെ പൊരാണ്. ഓള് യൂട്യൂബാ. ഇത് യൂട്യൂബ് അല്ല, യൂട്യൂബ് എന്തോ ആ ടൈലിങ്ങനെ സാഹസിക പരിപാടി എന്ന് പറഞ്ഞ് ഇടക്കോ പാഞ്ഞു കയറി. അല്ല, ഇങ്ങക്ക് രാമനാര വീട് കാണിക്കാൻ പറ്റുമോ? പറയ വരട്ടേന്ന്. അങ്ങനെ ഉയരത്ത് പാഞ്ഞു കയറി അന്നെല്ലാം കൂടി പല്ലി വീകും പോലെ വീണ്ടും മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പൊ ഡിസ്ചാർജ് ആയിട്ട് പൊരയുണ്ട്. ആടെല്ലാരും ഉണ്ട്. പാടെ ചെന്നാല് അവിടെ ചെന്ന് ചോദിച്ചാൽ മതിയല്ലോ ഓരോട്. അപ്പൊ ഓരെന്ത് പറയൂ? ഇതാണ് രാമനാര പൊരാന്ന്. ഇതാ രാമനാര വീട്? ഇതിനാ ചുറ്റിച്ച തന്നെ? അല്ല ചങ്ങായി, ഇതിപ്പോ അയാളെ മോളോട് ഓല കുടുംബകാരിയാ. അയാളെ വീട് ഏതാന്ന് അയാളെ മോളല്ലാണ്ട് ഞാൻ പറഞ്ഞു തരിക? ഓൽക്കല്ല അതിനുള്ള അധികാരം. അല്ല, ആളോടാ വഴി ചോദിച്ചു. ഞാനോ ഓലെ പൊര പറഞ്ഞാൽ വെറുതെ അല്ല നീരാളിന്ന് വിളിക്കുന്നത്. നീരാളി സംഗതി എന്തായാലും ഇങ്ങനൊക്കെ വഴിയൊക്കെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ 500,000 ഒക്കെ ഓരോരുത്തർ തെല്ലുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു അൺഓതറൈസ്ഡ് ഗൈഡാ. എന്റെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടിയിട്ട് നിങ്ങൾ പോകുന്നു വിചാരിക്കണ്ട. അല്ല, എന്തെങ്കിലും ഒരു പൈസ ഇല്ല, നടക്കില്ല. ഇവിടുന്ന് ഒരു അടി അങ്ങോട്ട് പോവുകയില്ല. നീരാളി എന്ന് വിളിക്കുന്നത് എന്താണെന്നറിയോ? പിടിച്ചതാ, ചുറ്റി പിടിക്കും. അതാ നീരാളി.
അതൊക്കെ ആളങ്ങ് എത്തുമ്പോടാ. പൈസ തരാണ്ട് പോകാൻ പറ്റില്ല. ഇല്ലല്ല. എന്നാ അങ്ങനെ വൈക്ക് വാ. എന്നോടാ കളി. ഓരോരോ പേങ്ങന്മാര് രാവിലെ തന്നെ വന്ന് പീടുന്ന്. എന്താ എനിക്ക് നന്നായി. ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തന്മാര് വന്ന് പെടും. നാളെ 2 കളിക്കാരെ കിട്ടി. ഇന്നിപ്പോ ഇതൊരു മണ്ണുണ്ണി വന്ന് ചാടിക്ക. 500 റുപ്യ കിട്ടി. ഓട്ടമൊന്നും ഇല്ലായിരിക്കും. എന്തായാലും ഓരോ ദിവസവും ഇങ്ങനെ അങ്ങ് ഒത്തു പോകുന്നുണ്ട്. അത് മതി.